അതെ, ഡ്രാമയാണ്, ഓവർ ആക്ട് ആണ്. ഷാനവാസിക്കല്ല, ആ മൂന്ന് മരപ്പാഴുകള് ഇവരെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് എന്നാ വീട്ടിൽ മൂന്നെണ്ണത്തിനും കൂടെ ക്യാപ്റ്റൻ ആക്കിയോ. അക്ബറിന്റെ ഫസ്റ്റ് ക്യാപ്റ്റൻസി. ശോകം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ബിഗ് ബോസ് വീട് കണ്ടതിൽ വെച്ച് ഏറ്റവും പരാജയമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയാണ് ഇപ്പൊ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നെവിനും ഷാനവാസും തമ്മിലുണ്ടായ പ്രശ്നം. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് ഹാർഷായിട്ടുള്ള രീതിയിലാണ് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പേരിനോട് പറഞ്ഞു അത്ര ഹാർഷായിട്ട് സംസാരിക്കരുത്, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം, ഇത് പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ വീഡിയോ അതുപോലെ ആയിരിക്കും. പേഴ്സണലി അറ്റാക്ക് ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ല. അമ്മാതിരി പരിപാടികളാണ് ഈ മൂന്ന് പൊട്ടന്മാരോടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഷാനവാസിന്റെ വിഷയം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. അതിനകത്തെ കുറച്ച് കാര്യങ്ങളൂടെ എൻ്റെ ഒരു വ്യൂ പോയിന്റിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷാനവാസിന്റെയും നെവിന്റെയും പ്രശ്നം ബിഗ് ബോസിനകത്ത് സംഭവിച്ചത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം, എന്നിട്ട് ഞാനൊന്ന് കാണിക്കാം. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസും നെവിൻ ക്യാപ്റ്റനായി. ഈ തവണ 3 ക്യാപ്റ്റന്മാരെയാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വീക്കിൽ 3 ക്യാപ്റ്റന്മാരെന്ന നേട്ടത്തിലേക്ക് അക്ബറിനെയും ആര്യനെയും നെവിനെയും കൂടെ പിടിച്ച് ക്യാപ്റ്റനാക്കി. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 ക്യാപ്റ്റൻ എന്നത് മാത്രമല്ല നേട്ടം, ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ക്യാപ്റ്റന്മാരാണ് ഈ നടക്കുന്നത്. 20-21 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ആ വീട്ടിൽ ആ സമയത്ത് പോലും കൃത്യമായ 3 നേരം സകല ആളുകൾക്കും ആഹാരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 9 പേര് മാത്രമുള്ള സമയത്ത് കൃത്യമായിട്ട് 3 നേരം ഫുഡ് കൊടുക്കാൻ പോലും ഈ മരപ്പൊട്ടന്മാർക്ക് പറ്റുന്നില്ല. കിച്ചൺ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ചാടി പിടിച്ചു ഇവന്മാർ വീണു. ഇവന്മാർ വീണതിൻ്റെ നെവിൻ വീണതിന്റെ പ്രധാന ഉദ്ദേശം അതാകുമ്പോൾ എനിക്ക് എന്തും ചോദിക്കാറാൻ പറയാതെ എനിക്കെടുത്ത് മുണുങ്ങാം. അതുങ്ങളെല്ലാം പട്ടിണി കിടന്ന് ചത്താലും കുഴപ്പമില്ല, എനിക്ക് മുണുങ്ങാനുള്ളതെല്ലാം മുണുങ്ങി എൻ്റെ പള്ള വീർപ്പിക്കാം. ഈ ഒരു ലക്ഷ്യത്തിലാണ് നെവിൻ അത് ഏറ്റെടുത്തത്. അതിനകത്ത് നിരവധി ആൾക്കാർ രോഗികളാണ്. പ്രത്യേകിച്ച് ഷാനവാസിന് ഹാർട്ടിന് പ്രശ്നമുണ്ടെന്നുള്ളത് ആ വീട്ടിലെ സകല ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള ടാസ്കുകൾ വരുമ്പോഴത്തേനും എല്ലാം ഷാനവാസ് പിന്നിലേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. മറ്റേ പാവ വരുന്ന സമയത്ത് പുള്ളി മാറി നിന്നു, ബോളും പിടിച്ചോണ്ട് നിൽക്കേണ്ട സമയത്ത് പുള്ളി മാറി നിന്നു. അങ്ങനെയുള്ള ഫിസിക്കൽ ടാസ്കുകളിൽ നിന്നെല്ലാം ഷാനവാസ് പുറകോട്ട് മാറും. ഷാനവാസ് ആ ഗെയിം കളിക്കുന്നത്, എൻറ്റയർ ഗെയിം കളിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിഗണിച്ച് വളരെ കെയർ കൊടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഗെയിം കളിക്കുന്നത്. ബിഗ് ബോസ് ടീമിനും അറിയാം ഇദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നമുണ്ടെന്ന്, അതിനകത്ത് കളിക്കുന്ന കണ്ടസ്റ്റൻസിനും അറിയാം ഷാനവാസിന് പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഇന്ന് ഫുഡ് കിട്ടിയിട്ടില്ല. 3 ക്യാപ്റ്റന്മാർ കിച്ചൺ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നു, ഫുഡ് കൊടുക്കുന്നില്ല. ഫുഡ് വേണമെങ്കിൽ ഇങ്ങനെ അമ്മ ധർമ്മം പോടുക അല്ല, അതല്ലല്ലോ അമ്മ ഫുഡ് കൊടുക്കുക അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരുടെ അടുത്ത് പോയി കെഞ്ചണം, എന്നാലേ ഫുഡ് കൊടുക്കത്തുള്ളൂ. ഈ നെവിൻ ക്യാപ്റ്റൻ ആയപ്പോൾ തൊട്ട് വെറുപ്പീരെന്ന് പറഞ്ഞ അട്ടൊരു വെറുപ്പീര്. എൻ്റെ പൊന്നെണ്ണ, ഞാൻ വല്ല അകത്തുണ്ടായിരുന്നെങ്കിൽ റോക്കി കഴിഞ്ഞ പ്രാവശ്യം ഇടിച്ചിട്ട് നിന്റെ കവാല നോക്കി ഇടിച്ചിട്ട് നീ ഇറങ്ങിപ്പോയനെ. എന്ത് കോക്കാമ്പിച്ചാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെവിൻ അതിനകത്ത്. എന്റർടൈൻമെന്റ്, ഞാൻ എന്റർടൈനറാണ്, ഞാൻ ഗെയിമറാണ്, ഞാൻ എന്റർടൈനറാണ്. നാക്കുകൊണ്ട് അടിച്ചിട്ട് കാര്യമില്ല, അത് നല്ല രീതിയിൽ പ്രവൃത്തിയിൽ കാണിക്കണം. ഇത്രയും നാൾ നീ തമാശ എന്ന് പറഞ്ഞ ഏതാണ്ടൊക്കെ കാണിച്ചു, ആ തമാശയുടെ പേര് തന്നെയാണ് പിടിച്ചു നിന്നത്. എന്ത് അരോചകമായിട്ടുള്ള സാധനമാണ് നീ ചെയ്യുന്നതെന്നറിയാമോ? നിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് എവിട്ട് നടി കിട്ടുമെന്ന് ചോദിച്ചാൽ അമ്മാതിരി പരിപാടിയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നീ ഇങ്ങനെ നെഗറ്റീവ് ആയതുകൊണ്ട് ഗുണം ഉണ്ടാകാൻ പോകുന്നത് മസ്താനിക്കാണ്. മസ്താനി ഉണ്ടാക്കിയതിലും വലിയ നെഗറ്റീവാണ് നീ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഫുഡ് കിട്ടിയില്ല. ഫുഡ് കിട്ടാത്തതിനെ ചൊല്ലി ഹൗസിനകത്ത് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ രാവിലെ ചെയ്ത വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് ഹാർട്ടിന്റെ പ്രശ്നത്തിലുള്ള മെഡിസിനുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് കൃത്യസമയത്ത് ആഹാരം വേണം. ഇതിനെ ചൊല്ലി തുടങ്ങിയ വഴക്കാണ്. എന്നാൽ ഈ ക്യാപ്റ്റനായിട്ടുള്ള 3 എണ്ണം മൃഷ്ടാനം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്നുണ്ട്. ബാക്കി ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരെയും മാനേജ് ചെയ്യാൻ പറ്റണം. നമ്മുടെ 3 പേരുടെയും പള്ളം മാത്രം വീർക്കണം, ബാക്കിയുള്ള നിങ്ങളെല്ലാം പട്ടിണി കിടക്കട്ടെ. വേണമെങ്കിൽ നമ്മളോട് ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഇന്ന് പാവയ്ക്കാൻ മെഴുക്കുവരട്ടി മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ, എല്ലാവരും അത് തിന്നാൽ മതി, ഞാനാണ് കിച്ചൻ ക്യാപ്റ്റൻ. ഇമ്മാതിരി തോന്നിവാസമാണ് ഈ 3 എണ്ണം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഷാനവാസിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്ന് കാണിക്കാം. നെവിൻ അതിനകത്ത് പാല് പാക്കറ്റ് എടുത്തിട്ട് ഷാനവാസിന്റെ നെഞ്ചത്തോട്ട് എറിയുന്നുണ്ട്. അതുവരെ നിങ്ങൾ കാണൂ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം.
ഇതാണ് സംഭവം. ഷാനവാസിന്റെ നെഞ്ചത്തേക്ക് ആ പാൽ എറിയുകയാണ്. പാലിന്റെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് ലൈഫിന്റെ പാക്കറ്റാണ് ഇരിക്കുന്നത്. 1 ലിറ്ററിന്റെ പാക്കറ്റ്. 1 ലിറ്ററിന്റെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 1 കിലോ വെയിറ്റ് ഉണ്ടാവും. 1 കിലോ വെയിറ്റിനകത്ത് കുറെ പാല് ചോർന്ന് താഴെ പോയി. പാല് ചോർന്ന് താഴെ പോകുന്നത് മാത്രമല്ല, ഈ ഒരു പാലിന്റെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആണ്. ഈ ഷാനവാസ് എന്ന് പറയുന്ന ആള് അയാളുടെ നെഞ്ചത്ത് അടിയൊന്നും കിട്ടാതിരിക്കാൻ, ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ, ഫിസിക്കൽ ടാസ്കുകളിൽ നിന്ന് എല്ലാം മാറി നിൽക്കും. ഈ പാവയുടെ ടാസ്കിൽ പറഞ്ഞത് ആരുടെയും കൈമുട്ടുകൊണ്ട് ഇടികൊള്ളലെന്ന് പറഞ്ഞേ. അങ്ങനെയുള്ള ഒരാളുടെ നെഞ്ചത്തേക്കാണ് ഇവൻ ഈ പാവേനെ എറിയുന്നത്. ഇവൻ പല തവണയായി പല ആൾക്കാരെയും ഫിസിക്കൽ അസോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മരപ്പാഴിനെ ആദ്യം ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പിടിച്ച് പുറത്താക്കാവോ? ബിഗ് ബോസിന് എന്ത് തരണ്ടേ? ഇവൻ അന്ന് ഈഗോ കാണിച്ച് ഇറങ്ങി പോയായിരുന്നല്ലോ. പെട്ടെന്ന് ഒരെണ്ണം കൊടുത്തവനെ ആ വഴിക്ക് പറഞ്ഞു വിടണമായിരുന്നു. അനുമോള് ഈ പറയുന്ന പോലെ മര്യാദയ്ക്ക് കിടക്കുന്ന അനുമോളുടെ തല വെള്ളം തളിക്കുക, അതിന് അവർ തിരിച്ച് പ്രതികരിച്ചപ്പോൾ ബെഡിൽ മൊത്തം വെള്ളം കോരി ഒഴിക്കുക. ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഏതോ പഴയ കാലത്തെ രാജാവാക്കിയതുപോലെയാണ് ഇവന്റെ ഒരു പ്രതികരണം. ഇത് മാത്രമല്ല, ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഷാനവാസ് വയ്യാതെ വീഴുന്നു, ഷിവറായി വിറച്ച് വീഴുന്നു. ഈ ഒരു സമയത്ത് ഇവനവിടെ നിന്ന് മൊഴിയാണ്. ഡ്രാമയാണ് ഇത്, ഡ്രാമ. ഈ 3 എണ്ണം ഷാനവാസ്, ആര്യൻ, അക്ബർ, ഇവര് 3ഉം എല്ലാ കാര്യത്തിലും ഡ്രാമ കളിച്ച് ഇവർക്ക് ആരെന്ത് ചെയ്താലും ഡ്രാമയാണ്. രാവിലെ വന്നിട്ട് 100 വിശക്കുന്നു, ഡ്രാമ. നമുക്ക് കഴിക്കാതെ ഗ്യാസ് കയറുന്നു, ഡ്രാമ. ഇവന്മാർക്ക് ഈ ഡ്രാമ എന്ന് പറയുന്നത് മാത്രമേ അറിയത്തുള്ളൂ. അത് നീയൊക്കെ ഫുൾ ടൈം ഈ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നിനക്ക് ഡ്രാമ എന്ന് തോന്നുന്നത്. അക്ബറിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അക്ബറിന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഒരു അനീതി ആ വീട്ടിൽ നടക്കുമ്പോഴത്തേനും ആദ്യം മറ്റൊരാളുടെ പ്രശ്നമാണെങ്കിൽ പോലും ആദ്യം ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്ന ഒരാൾ അക്ബറാണ്. ആ അക്ബർ നെവിന്റെ പാവയായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് 3ഉം കൂടെ മാറിയിരുന്നിട്ട് ഇതിനെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. എടാ, നീയൊക്കെ കാരണം അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ കൂടെ 19 ദിവസം നിന്നൊരു മനുഷ്യനല്ലേ അയാൾ എന്നിട്ട് വീഴുമ്പോൾ അത് ഡ്രാമയാണ്. അയാളെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള സാമാന്യ മര്യാദ നീയൊക്കെ കാണിച്ചോ? ഡ്രാമയാണ് കളിക്കുന്നെങ്കിൽ പോലും നീയൊക്കെ 24 മണിക്കൂറും ഹ്യൂമാനിറ്റി പുഴുങ്ങി പറയല്ലോ. ഹ്യൂമാനിറ്റി 3 കാപ്പിറ്റന്മാര് ഈ 3 എണ്ണത്തിനെയും പുറത്തിറക്കി വിടണമെന്നാണ് എൻ്റെ ഒരു സാധനം. പ്രത്യേകിച്ച് നെവിൻ മഹാവെറുപ്പീരാണ്. അനുമോളുടെ പുറകെ നടന്ന് അനുമോളുടെ ദേഹത്തോട്ട് ബോൾ വെറുക്കുന്നു. അനുമോളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. പ്രൊവോക്ക് ചെയ്യാം, അവര് സംസാരിച്ച് അവരെ എങ്ങനെ വേണമെങ്കിലും പ്രൊവോക്ക് ചെയ്യാം. പക്ഷേ ഫിസിക്കലായിട്ടുള്ള പ്രൊവോക്കേഷനാണ് ഇവിടെ പല സമയത്തും നെവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത്. ഇവന്റെ വിചാരം ഇത് ഭയങ്കര എന്റർടൈനിങ് ആണ്, പുറത്തേന് കട്ടൗട്ട് വെക്കും, കൈകൊട്ടി പാടുമെന്നാണ് ഈ മരപ്പാഴ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ തവണ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെതിരെ സംസാരിച്ചേ പറ്റൂ. എല്ലാ തവണയും നെവിനോട് വന്നെന്തെങ്കിലും ചോദിക്കും, ഞാനത് ചെയ്തൂല ലാലേട്ടാ എന്ന് അവൻ പറയും. ലാലേട്ടൻ അമ്മനെ ഇരുന്നു മോനെ എന്ന് പറയും. ഈ പരിപാടിയാണെങ്കിൽ അക്ബറിനെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ശനിയാഴ്ച ഞായറാഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്നെങ്കിൽ ബിഗ് ബോസ് അക്ബറിനൊരു കപ്പെന്ന പരിപാടിയായിട്ട് മുമ്പോട്ട് പോകാൻ, അല്ലെങ്കിൽ നെവിനൊരു കപ്പെന്ന പരിപാടിയായിട്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ ഉറപ്പിക്കേണ്ടി വരും. അതിനെ നമ്മൾ അനുകൂലിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ജനവികാരം എതിരായപ്പോൾ ഷാനവാസ് ആ ടാസ്ക് കുളവാക്കിയപ്പോൾ എത്ര കഠിനമായ ഭാഷയിലാണ് അവര് ഷാനവാസിനെ ലാലേട്ടൻ വിമർശിച്ചത്. അതുപോലെ തന്നെ ഇവൻ പുഴുങ്ങിയ പോലെ ഞാൻ ചെയ്തു ലാലേട്ട, അതിങ്ങനെ ഒന്നും ഇട്ടാതേ ഉള്ളു ലാലേട്ട എന്നൊക്കെ പറയുമ്പോഴത്തേനും ലാലേട്ടൻ്റെ മനസ്സിലാണെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് കാണുന്ന പരിപാടി ഇവിടെ നിർത്തും. ഇത്രയും പ്രശ്നം അനുമോള് എത്ര തവണയോ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ നോക്കി. ഈ ഷാനവാസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന്റെ കുടുംബത്തിന് പോകും. ഷാനവാസിന്റെ കുടുംബം ശരിക്കും ഇവനെതിരെ മറ്റേ വധശ്രമത്തിനുള്ള കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ലാസ്റ്റ് വാണിംഗ് കൂടി നമ്മൾ അങ്ങനെ ഇരുത്തുകയാണ്. എന്ത് ലാസ്റ്റ് വാണിംഗ്? ഇതിന് മുമ്പ് നടന്ന സീസണിനകത്ത് മറ്റേ റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെയാണ് പുറത്തു പോയത്? പിടിച്ചൊരുത്തിനെ തെള്ളി എന്ന് പറഞ്ഞിട്ടാണ് റോബിനെ പുറത്തു വിട്ടത്. രജിത് സാർ എങ്ങനെയാണ് പുറത്തു പോയത്? കണ്ണിൽ ടാസ്ക് പരമായിട്ട് മുളക് ഇതാക്കി എന്ന് പറഞ്ഞിട്ടാണ് രജിത് സാർ പുറത്തു പോയത്. ഇവൻ എന്ത് വലിയ തോന്നിയോസം കാണിച്ചു വെച്ചിരിക്കുന്നത്. ഷോ ഡയറക്ടർ അക്ബറിന്റെ മച്ചാ ബന്ധുക്കാരൻ. ഈ നെവിനും ആര്യനും ആരാണ്? KP നമ്പൂതിരിസിന്റെ വലിയ പുള്ളിയാണ് ആര്യൻ. അവനാണല്ലോ അതിന്റെ ബ്രാൻഡ് അംബാസഡർ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ബിഗ് ബോസ് കാണിക്കുന്നത്? നിങ്ങളെങ്കിലും ഫെയർ ആയിട്ട് നിൽക്കുക കേട്ടോ. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ കാണിച്ച് ഇവനെയൊക്കെ ആദ്യം പുറത്താക്കണം. എക്സ്പ്ലനേഷൻ പോലും ചോദിക്കാതെ ഇവനെയൊക്കെ പുറത്താക്കണം. കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് നെവിനെതിരെ സകല മനുഷ്യർ സംസാരിച്ചു തുടങ്ങി. അവൻ്റെ ഒരു ഒലക്കാട മൂഡിലേക്ക് എന്റർടൈനർ. ഇതിനകത്ത് ഈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഒന്നിച്ച് നിന്ന് ഇതിനെതിരെ സംസാരിക്കണം. എന്നെങ്കിൽ മാത്രമേ ഇത് ഇതാവത്തുള്ളൂ. അല്ലാതെ 3 ക്യാപ്റ്റന്മാര് നിന്റെ പ്രശ്നം നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. ഫുഡ് കിട്ടാതെ അനീഷ് രാവിലെ പച്ച ചോറ് തിന്നുന്നുണ്ട്. അയാൾ കറക്റ്റ് റൊട്ടീനിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇന്ന സമയത്ത് കഴിക്കണം, ഇന്ന സമയത്ത് അത് ചെയ്യണം, ഇന്ന സമയത്ത് ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് അനീഷ്. അയാൾക്ക് ഫുഡില്ലാതെ അയാൾ രാവിലെ ഇരുന്ന് ചോറ് തിന്നുന്നു. അയാൾക്ക് ഗ്യാസ് കയറിയിട്ട് അയാൾ വൊമിറ്റ് ചെയ്യുന്നു. നൂറയ്ക്ക് ഗ്യാസ് കയറിയിട്ട് ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഷാനവാസിന് ഫുഡ് കൊടുക്കാതെ മെഡിസിൻ കഴിച്ചിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു. നെഞ്ചത്തോട്ട് എടാ നീയൊക്കെ ക്യാപ്റ്റന്മാരാണോ ശരിക്കും? ഇത്രയും നാൾ ഇവന്മാരെയൊക്കെ ഗുണ്ടാ സങ്കേത തലവൻ എന്ന് പറഞ്ഞിട്ട് പേരന്വർത്ഥമാക്കുന്ന 3 ക്യാപ്റ്റന്മാര്, ഈ 3 പിടിച്ച് പുറത്താക്കാമോ? അവൻ്റെ ഒക്കെ ഒരു ഒട്ടുക്കത്തെ ബിഗ് ബോസ് ഗെയിം കൊള്ളാം കേട്ടോ, നല്ലതാ. ലാലേട്ടൻ വന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ലാലേട്ടൻ നമ്മളെ സംതൃപ്തിപ്പെടുത്തും എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും. ബൈ.